യെസ്. ഈ പ്രവാസികള് പൊതുവെ പ്രവാസികളാണ് കൂടുതൽ, 70% നാട്ടിലുള്ളവരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വ്യക്തികളുണ്ട്. അത് കുറെ, എല്ലാരും അല്ല, ചില വ്യക്തികള്, മിക്കവാറും വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞത്. അതെന്താ സംഭവം എന്ന് അറിയാം. അതായത് വീട്ടിലുണ്ടാവുന്ന അമ്മായിമ്മ മരുമകള് പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങള് നേരിടുന്ന ഒരുപാട് പ്രവാസികൾ തന്നെ വീട്ടിലുണ്ടാവുന്ന ഒരുപാട് പ്രവാസികള്. അവര് അവിടുന്ന് എന്താണ് ഫോൺ ചെയ്യുമ്പോ ഇങ്ങോട്ട്, അതായത് ഇവിടെ ഉള്ള ഗൾഫിലുള്ള ആൾക്ക് ഫോൺ ചെയ്യുമ്പോ, ഇവിടെ അതായത് ജോലി ചെയ്ത് തളർന്ന് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി അവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോ സത്യത്തിൽ അവന്റെ ഭാര്യനായിട്ട് ഒന്ന് കിന്നരിക്കാനോ ഒന്ന് സന്തോഷത്തോടെ വർത്താനം പറയാനോ അവനക്ക് പറ്റൂല. കാരണം ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുക, ഓനക്ക് സമാധാനം കിട്ടാൻ. അവിടുന്ന് ഫുള്ള് ഇവന്റെ ഉമ്മാന്റെ കുറ്റായിരിക്കും പറയണ്ടത്. അതായത് പിന്നെ ഇവന്റെ ഉമ്മാന്റെ കുറ്റം എന്ന് പറഞ്ഞാല് പിന്നെ മാനസികമായിട്ട് അവന് അതിന്റെ ഒപ്പം നിൽക്കൂല. കാരണം അവന്റെ ഉമ്മയാണ്, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അവന്റെ മാനസികമായിട്ട് അവൻ തളരും. അങ്ങനെ തളർന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാൻ നമ്മൾക്ക് കിട്ടണത് തന്നെ. അതുകൊണ്ടല്ല നമ്മൾ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ പറയുക, ഇവിടെ ഈ നാട്ടിൽ പോകുമ്പോ ചില ഭൂരിഭാഗം പ്രവാസികളും അനുഭവിക്കുന്ന വേറൊരു വിഷയമാണ്. അതായത് സ്വന്തം ഭാര്യനായിട്ട് മക്കളായിട്ടൊന്ന് പുറത്തു പോകാൻ പറ്റൂല. ഇവരെ അമ്മാനൊപ്പം കൊണ്ടുപോയിട്ടല്ല, എന്റെ അമ്മാനെയും എന്റെ ഉപ്പാനെയും ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോകൊക്കെ കൊണ്ടുപോണ്ടാവും. പക്ഷെ എന്നാലും ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവനും എന്റെ ഭാര്യയും മക്കളും കൂടി ഒന്ന് പുറത്തു പോകുമ്പോ അന്ന് പിന്നെ ഒരാഴ്ചക്കൊക്കെ ഈ അമ്മായിമ്മ ചോറുന്നൂല. പിന്നെ കുട്ടികളോട് ദേഷ്യം, ഭാര്യനോട് ദേഷ്യം, മൂന്തം കനപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ കുറെ വീടുകളുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ആളുകളും പറയില്ല എന്നുള്ളൂ. പക്ഷെ എന്നോട് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഈ വിഷയം എന്നോട് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ ഞാൻ ആ ആളോട് പറഞ്ഞു, ഞങ്ങള് അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് തന്നെ ഈ വിഷയത്തിലാണ്. നമ്മളിത് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. നമുക്ക് ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ പിന്നെ വീട്ടിലെ കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങള് കൊടുക്കൂല, കാര്യങ്ങൾ കൊടുക്കും. അതെ, കാരണം അവര് ജീവിച്ച കാലത്തെ മറ്റേ പൂളയും താളും കഞ്ഞി ചമ്മന്തി ഇതൊക്കെ മതി, അങ്ങനൊക്കെ ജീവിച്ചാൽ. പക്ഷെ ഇതൊക്കെ ഡിഫറന്റ് വരും. സ്വന്തം മോള് വരും. ഈ അമ്മായിമാർക്ക് സ്നേഹിക്കാൻ അറിയാഞ്ഞൊന്നുമില്ല. കാരണം എന്താ പറയുക, ഈ അമ്മായിമാർക്ക് സ്നേഹിക്കാൻ അറിയണ്ട, ഈ അമ്മായിമാരുടെ സ്നേഹം കാണണമെങ്കിൽ മകളെ കെട്ടിയ ഭർത്താവ് വീട്ടിൽ വരണം. അതായത് മരുമകൻ ആ വരുന്ന സമയത്തുണ്ടല്ലോ ഒരു 4-5 കോഴിമുട്ടി ഹോർലിക്സ് ഒക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അപ്പൊ ഇവൻ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഒരു കോഴിമുട്ടൊക്കെ തിന്നിട്ട് മതി ചിലപ്പോ എനിക്ക് മൂലക്കുറിന്റെ അസുഖം ഉണ്ടാവാം, പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അമ്മായിമാർ 2 കോഴിമുട്ട എന്ന് വെച്ചിട്ട് മൂക്കിണ്ട് പിടിച്ചിട്ട് അണ്ണാക്കൊക്കെ ഇങ്ങനെ തീരി കൊടുക്കും കോഴിമുട്ട. അപ്പൊ ഇതിനെ സ്നേഹിക്കാൻ അറിയാം. അത് മരുമകൻ വരണം. പക്ഷെ മരുമകളോട് എപ്പോഴും ഒരു ശത്രുതാ മനോഭാവമാണ് ഭൂരിഭാഗം അമ്മായിമാർ. എന്താണ് അതിന്റെ ഒരു സൈക്കോളജി? കാരണം നമ്മളെ പേരിലൊക്കെ ഞങ്ങൾക്ക് ഉമ്മമാരുണ്ട്. അവര് നമ്മളെ ഭാര്യമാരെ നല്ല ഇതിൽ നോക്കുമ്പോ നമ്മളിവിടെ സന്തോഷമാണ്. നമ്മളതാണ് ഈ സന്തോഷം. ടിക്ടോക്കിലൊക്കെ ഹാപ്പി ആയിരിക്കും. അതെ, ഞാൻ അത് മാത്രമല്ല, വേറൊരു വിഷയമുള്ള എന്താന്ന് വെച്ചാൽ എന്നോട് വേറെ 1-2 ആളുകൾ പറഞ്ഞ വിഷയം എന്താ അറിയോ, അവരെ ഭാര്യമാരങ്ങോട്ട് വിസിറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലവട്ടം സംസാരിച്ചപ്പോഴും ഉമ്മമാര് കൂടുതലും പ്രശ്നന്മാരാട്ടോ, അമ്മായിമ്മമാരാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അമ്മോശന്മാരെ കൊണ്ട് അത്ര പ്രശ്നങ്ങൾ അമ്മോശന്മാരെ എവിടെ ഇല്ല. കല്യാണാലോചനന്റെ തുടക്കം തന്നെ അമ്മായിമ്മപ്പൂരിനെ കുറിച്ചാണ് അന്വേഷണം. അമ്മോശംപൂരിനെ പറ്റി അന്വേഷണം ഇല്ലല്ലോ. അത് അവര് ഒരു സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ ഭൂരിഭാഗം കുറെ പ്രവാസികൾ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഏത് ഈ ഭാര്യമാരങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന കുറെ ആളുകളുണ്ട്. ഇനിയിപ്പോ കൊണ്ടുവരികയാണെങ്കിലോ അവര് ഒരു സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെ കുറെ വീടുകളുണ്ട്. കാരണം ഇതേമാതിരി മകള് പോവുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരുക്കം, നെയ്യപ്പുണ്ടാക്കുന്നത്, അച്ചാറുണ്ടാക്കുന്നത്, മറ്റപ്പോ ഈ അപ്പൊ നടന്നു പറയുന്നു മോള് പോകണ്ടേ, ഇനി മോളെ കൊണ്ടുപോകണമെങ്കിൽ അറിയാം ഓന് അവിടെ അമർത്തി പൊളിക്കട്ടെ, ഓന ഇങ്ങനെയാണ്. അപ്പൊ ഇത് എന്താ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളിത് കുറെ ആൾക്കാരെ അനുഭവങ്ങൾ നിന്നാണ്. അതെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുറെ ആളുകൾ ഇങ്ങനത്തെ ഒരു സ്വകാര്യ സംഭാഷണങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇത് ജനങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. ജനങ്ങൾ അറിയാനും വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും.